തിരിക്കുകയും ചെയ്തു. ഇനി ആലുവ എന്ന പേരിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. പാണ്ഡ്യനാട്ടിൽ മധുര കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ശൈവമതം പശ്ചിമഘട്ടം കടന്ന് കേരളത്തിലേക്ക് വ്യാപിച്ചു. അതിൻ്റെ ആദ്യ സൂചനയാണ് ആകാശവാണി കൊച്ചി നിലയത്തിന്റെ യുവവാണി പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങൾ ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കുറച്ച് തകർപ്പൻ കലാപരിപാടികളുമായിട്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മഹാകവി കുമാരനാശാൻ രചിച്ച മനോഹരമായ വരികളോടെ ഇന്നത്തെ യുവവാണി ആരംഭിക്കുകയാണ്. ഇത് ആലപിക്കുന്നത് ജുവാൻ തെരേസ, ഫൈഹ മെഹ്റൻ. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകലർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും. ആലുവ മണപ്പുറവും ശിവരാത്രിയുമൊക്കെ നമുക്ക് സുപരിചിതമാണ്. പക്ഷേ ആലുവയുടെ ചരിത്രം എത്ര പേർക്കറിയാം? നമ്മളിൽ പലർക്കും അറിയാത്ത ആ കഥകളുടെ വലിയൊരു ലോകവുമായി അദ്നാൻ സാമിൽ നിങ്ങൾക്ക് മുന്നിലേക്ക്. നമസ്കാരം. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വ്യവസായ നഗരമായ ആലുവയുടെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പെരിയാറിൻ്റെ തീരത്തുള്ള ആലുവ മണപ്പുറത്തെ മഹാശിവരാത്രി ഏറെ പ്രശസ്തമാണ്. എറണാകുളത്തു നിന്നും 20 കിലോമീറ്റർ അകലെയാണ് ആലുവ സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കൊട്ടാരവും ആലുവയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് സർക്കാർ അതിഥി മന്ദിരം കൂടിയാണ്. 80 വർഷം പിന്നിട്ട മാർത്താണ്ഡവർമ്മ പാലം ഇന്നും അചഞ്ചലമായി നിലകൊള്ളുന്നു. മാർത്താണ്ഡവർമ്മ ഇളയ രാജാവിൻ്റെ കാലത്ത് 1940 പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത്. ആലുവ എന്ന പേരിൻ്റെ അടിസ്ഥാനം ആരംഭിക്കുന്നത് ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുമാണ്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് വീരമൃത്യു വരിച്ച നിരവധി വ്യക്തികൾ ഉറങ്ങുന്ന മണ്ണാണ് ആലുവ. നെടുങ്കോട്ട ഭേദിച്ച് തിരുവിതാംകൂർ കീഴടക്കാൻ വന്ന ടിപ്പുവിൻ്റെ പട്ടാളത്തിന് ആലുവയിൽ നിന്നും പിന്തിരിഞ്ഞോടേണ്ടി വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. 6 കടന്ന് തെക്കോട്ടിരച്ചു കയറിയ മൈസൂർ പട്ടാളത്തെ നേരിടാൻ തിരുവിതാംകൂർ സൈന്യം മണൽച്ചിറ വെട്ടിമുറിച്ചു. പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മൈസൂർ പട്ടാളം കടലിലേക്കൊഴുകി. ശേഷിച്ചവരെ തിരുവിതാംകൂർ സൈന്യം തുരത്തിയോടിക്കുകയും ചെയ്തു. ഇനി ആലുവ എന്ന പേരിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. പാണ്ഡ്യനാട്ടിൽ മധുര കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ശൈവമതം പശ്ചിമഘട്ടം കടന്ന് കേരളത്തിലേക്ക് വ്യാപിച്ചു. അതിൻ്റെ ആദ്യ സൂചനയാണ് തൃക്കരിയൂരിലെ ശിവക്ഷേത്രം. ഇതിനെ തുടർന്ന് ആലുവയിലും ശിവപ്രതിഷ്ഠ നടന്നു. മധുരയിലെ ശിവക്ഷേത്രത്തെ ആലവായ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിനെ അനുകരിച്ച് ഇവിടുത്തെ ശിവക്ഷേത്രത്തെ ആലവായ് എന്ന് വിളിച്ചു പോന്നു. ഇതാണ് പിന്നീട് കുറുകി ആലുവ എന്ന സ്ഥലനാമത്തിന് കാരണമായത്. ആലുവ ശിവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറുള്ള ആൽമരത്തിൽ നിന്നാണ് ആലുവ എന്ന നാമം ഉടലെടുത്തതെന്ന് ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നു. ചേര രാജാക്കന്മാരുടെ കാലം തൊട്ട് ആചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാണിജ്യ ഉത്സവമാണ് ആലുവ മഹാശിവരാത്രി. ഒരു വർഷത്തേക്ക് വേണ്ട ഗൃഹോപകരണങ്ങൾ, പണിയായുധങ്ങൾ, കാർഷിക വിത്തുകൾ, വസ്ത്രങ്ങൾ എന്നിങ്ങനെ എല്ലാം ഇവിടെ വിൽപ്പനയ്ക്കെത്തിയിരുന്നു. പിന്നീട് കൊച്ചി രാജ്ഞിയാണ് ആലുവ ചന്ത നിർമ്മിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ചന്തയെ ചുറ്റിപ്പറ്റിയാണ് ആലുവ എന്ന നഗരം വികസിച്ചത്. വിവിധ മതസ്ഥർ മതസൗഹാർദ്ദത്തോടെ ഐക്യത്തിൽ നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് ആലുവ. ശ്രീ ഷഹം ക്ഷേത്രവും സെൻട്രൽ മസ്ജിദും ഒരു മതിലിന് ഇരുപുറമായാണ് നിലകൊള്ളുന്നത്. ആലുവയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂൾ ആലുവ ബോയ്സ് എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് 1908 ആലുവയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ 1909 സ്ഥാപിക്കപ്പെട്ടത്. സാംസ്കാരിക വൈവിധ്യങ്ങളാലും ഊർജ്ജസ്വലമായ ഉത്സവങ്ങളാലും പ്രശസ്തമായ ആലുവ നഗരത്തെക്കുറിച്ചുള്ള ചരിത്രം ഏതാനും ചില വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. ആലുവ ഇനിയും വികസിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിചാരിച്ചാൽ പണം തിരിച്ചു പിടിക്കാം, പക്ഷേ കഴിഞ്ഞുപോയ സമയം അത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ?
ജീവിതത്തിൽ ഒരിക്കലും വിലമതിക്കാൻ കഴിയാത്ത സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഹെന്ന സുമയെ ക്ഷണിക്കുന്നു. കാലം തൻ മണി മുഴങ്ങുന്നു, കാതോർത്തു നിൽക്കുക നമ്മൾ. ഇന്നു ചെയ്യേണ്ടത് ഇന്നേ ചെയ്യുക, നാളെ എന്നത് വെറും കനവ് മാത്രം. ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന ഒരു വിഭവമേ ഉള്ളൂ, അതാണ് സമയം. ആ സമയത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അതെ, സമയം വിലപ്പെട്ട സമ്പത്ത്. ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും പ്രകൃതി തുല്യമായി നൽകിയിട്ടുള്ള ഏക സമ്പാദ്യം ദിവസേനയുള്ള 24 മണിക്കൂറാണ്. അതിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനോ എന്നില്ല. ഈ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരാളുടെ വിജയം നിലനിൽക്കുന്നത്. സമയം പാഴാക്കുന്നവൻ ജീവിതം തന്നെയാണ് പാഴാക്കുന്നത്. ജീവിതവും സമയവുമാണ് ലോകത്തിലെ ഏറ്റവും നല്ല അധ്യാപകർ. കാരണം സമയം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ജീവിതം പഠിപ്പിക്കും, ജീവിതം എങ്ങനെ ഉപയോഗിക്കണമെന്ന് സമയവും പഠിപ്പിക്കുന്നു. APJ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സമയത്തെ ബഹുമാനിക്കേണ്ടത് അനിവാര്യമാണ്. അതെ, ജീവിതം സമയബന്ധിതമാണ്. സമയം പാഴാക്കിയാൽ ലക്ഷ്യത്തിലെത്താൻ വൈകും. നമ്മുടെ ജീവിതം തീരുമാനിക്കേണ്ടതും നാം തന്നെയാണ്. അതുകൊണ്ട് സമയം നല്ല രീതിയിൽ ഉപയോഗിച്ച് ജീവിത ലക്ഷ്യം നേടേണ്ടത് നമ്മൾ തന്നെയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ കൂട്ടരെ, എന്താണ് സമയം? അളക്കാൻ സാധിക്കാത്തതും അളവില്ലാത്തതുമായ കാലത്തെ അളക്കാൻ ശ്രമിക്കുന്നതാണ് സമയം. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, ആരോഗ്യം തിരിച്ചു പിടിക്കാം. എന്നാൽ ഒരിക്കൽ നഷ്ടപ്പെട്ട സമയം അത് ഒരിക്കലും തിരികെ ലഭിക്കില്ല. അതുകൊണ്ടാണ് സമയം വിലപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളായ നമുക്ക് സമയത്തിന്റെ വില കൂടുതൽ മനസ്സിലാക്കണം. പഠനത്തിനും വിശ്രമത്തിനും വിനോദത്തിനും ശരിയായ സമയം കണ്ടെത്തണം. സമയക്രമം പാലിക്കുന്ന ശീലം നമ്മെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കും. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും കാരണം പലരും വിലപ്പെട്ട സമയം പാഴാക്കുന്നു. ഇനി കുറച്ചു കഴിഞ്ഞ് പഠിക്കാം, നാളെ തുടങ്ങാം എന്ന ചിന്ത പല സ്വപ്നങ്ങളും തകർക്കുന്നു. സമയം ആരെയും കാത്തിരിക്കില്ല, അതൊരു ഒഴുകുന്ന നദി പോലെയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു നിക്ഷേപമാണ്. അത് അറിവിനായോ നന്മയ്ക്കായോ അധ്വാനത്തിനായോ ചിലവഴിക്കുമ്പോൾ മാത്രമേ ജീവിതം അർത്ഥപൂർണമാകൂ. കാലം ആർക്കും വേണ്ടി കാത്തിരിക്കില്ല എന്ന സത്യം ഉൾക്കൊണ്ട് ഓരോ നിമിഷത്തെയും ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. കാലം പൊന്നിനേക്കാൾ വിലപ്പെട്ടതാണ്, പോയ സമയം തിരികെ വരികില്ല എന്ന ചിന്ത നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി കുറച്ചു നേരത്തേക്ക് ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെക്കാം. ഇനി നമ്മുടെ റേഡിയോ തരംഗങ്ങളിലൂടെ അല്പം നാടൻ ആവേശവും മേളക്കൊഴുപ്പും കേട്ടാലോ? കേരളത്തിന്റെ തനത് കലാരൂപമായ ചെണ്ടമേളവുമായി നിങ്ങൾക്ക് മുന്നിലേക്കെത്തുന്നു ഡിനിൽ കെ ദിനേശ്.
ഇപ്പോൾ നാം ഇവിടെ കേട്ടത് ചെണ്ടമേളങ്ങളിലെ ഒരു മേളമായ ചെമ്പടമേളത്തിന്റെ 4ാം കാലമാണ്. അടുത്തതായി നമ്മുടെ കാതുകൾക്ക് കുളിർമയേകാൻ ഇനിയൊരു മലബാർ നാടനീണം ആസ്വദിക്കാം. മാപ്പിളപ്പാട്ടിന്റെ സംഗീത ശാഖയിലേക്ക് നമ്മെ കൊണ്ടുചെല്ലാൻ ഫിദ ഫാത്തിമ എത്തുന്നു. 1921 മലബാർ കലാപത്തിൽ അധിനിവേശത്തിനെതിരെ പോരാടിയ വിപ്ലവകാരികളുടെ വീര്യത്തെയും അവർ സഹിച്ച ത്യാഗങ്ങളെയും വാഴ്ത്തിക്കൊണ്ട് കെസ് ഇടമുറക്കം ഇശലിൽ ഹംസ നരവക്കാവ് രചിച്ച ഗാനമാണ് ജിഗം തങ്കം. അതിലെ ഏതാനും വരികൾ നമുക്ക് കേൾക്കാം. ജിഗം തങ്കം പതി മണ്ണ് മലബാറിൽ പണ്ടാകേണം വെള്ളൂടൽ പടവടിവോടെ ഗമ ജഗ ബടർ കൊടും ഇംഗ്ലണ്ടാറ് മൂറക്കരമില ബെർനിറക്കി ബറീറ പേരി ചോര ജയ്ശാമർ പതി പര് മടതില്ല ചതി പര് വെള്ളക്കാർ തകർത്തൊളി പോര് കഹ കൊലകുത്തും കലമ്പലും ജോറ് തക്കം പട വെള്ളൂർ മുന്തരത്തെ രംഗമിലങ്കി കെങ്കേ മമാലണി ഗുണചൂണ തണൽ തമാം തമഗമ സുമ മലിമണിയും മലബാറിലെ ചേതിപ്പൊരുൾ വിരുത്താനേ ജിഗം തങ്കം പതി മണ്ണ് മലബാറിൽ പണ്ടാകണം വെള്ളൂടൽ പടവടിവോടെ ഗമ ജഗ ബടർ കൊടും ഇംഗ്ലണ്ടാറ് മൂറക്കരമില ബെർനിറക്കി ബറീറ പേരി ബെർനിറക്കി ബറീറ പേരി ഊകം മനസ്സകം പകച്ചീന തുള്ളാം വെള്ളക്കാർ ഊകന്തൂടൽ സൂയിപ്പാക്കി ചെപ്പിത്തരാം ചെപ്പിയോൻ ഊകന്തൂടം വെള്ളപ്പട കുരുക്കിട്ട് ഭരിത്തോർ ഭരിത്തെ അതിർദിക്ക് അന്താമാനിക്കായത്തെ ബിരിത്തെ നാടും വീടും കടത്തിട്ടു പിരിത്തെ ഊടൽ പീടി പേടും തടവുൾ കാടർ കോടും കൊടുമകൾ വാഗൺ ട്രാജഡി അടവുകൾ വാടിക്കേടാ വള്ളുവരും വെടി പൊട്ടിച്ചേ ഗതി മുട്ടിച്ചേ പാട്ടം കെട്ടിപ്പറ്റിച്ചേ വെടി പൊട്ടിച്ചേ ഗതി മുട്ടിച്ചേ പാട്ടം കെട്ടിപ്പറ്റിച്ചേ ചൂട്ടുകാട്ടി മാപ്പിളമാർ കുതിച്ചേ കേറ്റി ഇംഗ്ലണ്ടി മണ്ണീനെ പറിച്ചേ പോറ്റി മലബാറിനന്തസ്കുറിച്ചേ പൊള്ളും കൊള്ളാ തുള്ളി ബിള്ളി വെള്ളപ്പട പണിത ബിള്ളാം സിറ 920 വാഹിദ 920 വാഹിദ ജിഗം തങ്കം പതി മണ്ണ് മലബാറിൽ പണ്ടാകണം വെള്ളൂടൽ പടവടിവോടെ ഗമ ജഗ ബടർ കൊടും ഇംഗ്ലണ്ടാറ് മൂറക്കരമില ബെർനിറക്കി ബറീറ പേരി ചോര ജയ്ശാമർ പതി പര് മടതില്ല ചതി പര് വെള്ളക്കാർ തകർത്തൊളി പോര് കഹ കൊലകുത്തും കലമ്പലും ജോറ് തക്കം പട വെള്ളൂർ മുന്തരത്തെ രംഗമിലങ്കി കെങ്കേ മമാലണി ഗുണചൂണ തണൽ തമാം തമഗമ സുമ മലിമണിയും മലബാറിലെ ചേതിപ്പൊരുൾ വിരുത്താനേ ജിഗം തങ്കം പതി മണ്ണ് മലബാറിൽ പണ്ടാകണം വെള്ളൂടൽ പടവടിവോടെ ഗമ ജഗ ബടർ കൊടും ഇംഗ്ലണ്ടാറ് മൂറക്കരമില ബെർനിറക്കി ബറീറ പേരി ബെർനിറക്കി ബറീറ പേരി. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുകയാണ്. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത യുവവാണിയിൽ. എല്ലാവർക്കും ഞങ്ങൾ ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒത്തിരി നന്ദിയും സ്നേഹവും നേരുന്നു. നമസ്കാരം. കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 94 47 56 22 12 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 47 56 22 12 94475 62212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.